ഇപ്പം നമ്മുടെ നാട്ടിൽ MBBS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുന്ന ടൈമിൽ തന്നെ സർജറീസിനൊക്കെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം റഷ്യയിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർജറീസിലൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? നമുക്ക് ഓരോ ഫാക്കൽറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൈനക്കോളജി സബ്ജക്റ്റ്, അതേപോലെ തന്നെ പീഡിയാട്രിക്സ്, അതേപോലെ ഓർത്തോപീഡിക്സ്, അങ്ങനെ ഏത് ഫാക്കൽറ്റി ആവട്ടെ, ക്ലിനിക്കൽ സബ്ജക്റ്റ് ഏതും ആയിരിക്കട്ടെ, സർജിക്കൽ സബ്ജക്റ്റ് ആവട്ടെ, നമുക്ക് ടീച്ചേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ടീച്ചേഴ്സിന് നമ്മളെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സർജറി അസിസ്റ്റ് ചെയ്യാൻ വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ജസ്റ്റ് ആദ്യം വന്ന് ഒബ്സർവ് ചെയ്യാൻ പറയും. അങ്ങനെ നമ്മൾ 3-4 വട്ടം ഒബ്സർവർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ നമ്മളോട് ഓക്കെ കമോൺ ഫോർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അസിസ്റ്റൻസിന് വിളിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഫെഫുവിലുണ്ട്. കാരണം നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ സർജറീസ് റഷ്യയിൽ ബാക്കി മറ്റു ഹോസ്പിറ്റലിലൊന്നും നടക്കാത്ത സർജറീസ് നമ്മളെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഡാവിഞ്ചി എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ റോബോട്ടിക് സർജറീസൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അസിസ്റ്റ് ചെയ്യാനും അത് കാണാനും, പിന്നെ വേറെ ഏത് ഫാക്കൽറ്റി സർജറി ആയിക്കോട്ടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഓർത്തോപീഡിക്സിൽ നമ്മൾ 65+ സർജറീസ് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്.